ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചാർക്കോൾ പൗഡറാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായ ഷെയറും കൂടി ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമുക്ക് വേണ്ടത് 3 ചിരട്ട ആണ്. ഞാനിപ്പോൾ 3 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. എത്ര വേണമെങ്കിലും എടുത്താലും കുറേ കൂടുതൽ ചാർക്കോൾ കിട്ടും. അതിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി, വെള്ളം നനവൊന്നുമില്ലാതെ. ഇപ്പം ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ചകിരിയും അകത്ത് നമ്മൾ തേങ്ങ തിരിയിട്ട് ബാക്കി മിച്ചം പറഞ്ഞ വേസ്റ്റ് കാണാം, ആ വേസ്റ്റ് അത്രയും നമ്മൾ നന്നായിട്ട് അതിനെ ചുരണ്ടി എടുക്കുക. ഇതിൻ്റെ അകവശവും പുറത്തും എല്ലാം നല്ലതായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വൃത്തിയാക്കാൻ പറ്റുമോ അതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. നമ്മൾ 3 നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ നന്നായിട്ട് ഏകദേശം നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീയിൽ വെച്ച് കത്തിച്ചെടുക്കാം. ഇത് ഒന്ന് കത്തിച്ചെടുക്കാവേ, നമുക്കിപ്പോൾ കാണിക്കാം. ഇതാ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഈ ചിരട്ട ഒന്ന് നന്നായിട്ട് കത്തിച്ചെടുക്കുക. ഇതാ നമ്മൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചട്ടിയിലോട്ട് നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് അടുത്തതും കൂടി ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്ത് നന്നായിട്ട് 3 നന്നായിട്ട് കത്തിപ്പിടിക്കണവരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് 3 കത്തിപ്പിടിക്കട്ടെ. കത്തിപ്പിടിച്ച ശേഷം ഞാൻ കാണിക്കാം. എല്ലാം കത്തി കഴിഞ്ഞിട്ടാണ്. ഇതാണ് ഇതിൻ്റെ പരുവം, കണ്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചെടുക്കുക. റോസ് വാട്ടർ ഇല്ലാത്തവർ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, റോസ് വാട്ടർ ഒഴിക്കുന്നതാണ് നല്ലത്. റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേ നേരം ഈ തീ ഒന്ന് ആറുന്നത് വരെ നന്നായിട്ട് അരക്കാൻ വേണ്ടി വെക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് പൊടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിയുന്നുണ്ട്, ഉണ്ടോ. ഇനി നമ്മളിതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നനവില്ലാത്തൊരു ബോട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ചാർക്കോൾ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ ടാറ്റാ.